Hello students, welcome to another video of compressible fluid flow. ഈ ഒരു വീഡിയോയിൽ നമ്മൾ compressible fluid flowയുടെ മൊഡ്യൂൾ 2 പ്രോബ്ലംസ് ആണ് ഡീൽ ചെയ്യുന്നത്. First problem, a reservoir whose temperature can be varied in a wide range of temperature receives air at a constant pressure of 1.5 bar. The air is expanded isentropically in a nozzle to an exit pressure of 1.015 bar. Determine without using gas table the values of temperature to be maintained in the reservoir to produce the following velocities at the nozzle exit: 100 meter per second, 250 meter per second. What are the values of Mach number in the two cases? ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു ഫിഗർ വരയ്ക്കണം. ഞാൻ ആ ഫിഗർ വരയ്ക്കാം, നിങ്ങൾ എൻ്റെ കൂടെ വരയ്ക്കാം. ഈ കാണിച്ചിരിക്കുന്നത് ഒരു റിസർവോയർ ആണ്. റിസർവോയറിൻ്റെ ഇൻലെറ്റിൽ ഇതുവഴിയാണ് എയർ എൻട്രി ചെയ്യുന്നത്. ഇനി ഈ റിസർവോയറിൽ നിന്നും എയർ എക്സിറ്റ് ചെയ്യുന്നത് ഒരു നോസിലൂടെയാണ്. അതാണ് ഇവിടെ ഈ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. സോ എയർ എൻട്രി ചെയ്യുന്ന ഭാഗം ഇതും എയർ എക്സിറ്റ് ചെയ്യുന്നത് ഈ നോസിലൂടെയുമാണ്. ഇനി ഈ ഓരോ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് വായിച്ച് നമ്മൾക്ക് ഗിവൺ ഡാറ്റാസ് മനസ്സിലാക്കാം. എ റിസർവോയർ ഹൂസ് ടെമ്പറേച്ചർ ക്യാൻ ബി വേരിഡ് ഇൻ എ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. അതായത് ഈ ഒരു റിസർവോയറിനുള്ളിൽ ടെമ്പറേച്ചർ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? വേരി ചെയ്യാനായിട്ട് സാധിക്കും. ഇനി റിസീവ്സ് എയർ അറ്റ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ ഓഫ് 1.5 ബാർ. അതായത് ഈ ഒരു റിസർവോയറിനുള്ളിൽ ടെമ്പറേച്ചർ നമുക്ക് വേരി ചെയ്യാനായിട്ട് സാധിക്കും. അതുകൂടാതെ ഈ റിസർവോയറിലേക്ക് എയർ എൻട്രി ചെയ്യുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ അത് കോൺസ്റ്റൻ്റ് ആണ്. അതാണ് എത്ര? 1.5 ബാർ. സോ ഈ ഒരു എൻട്രി സൈഡിലെ പ്രഷർ അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, അത് 1.5 ബാർ ആണ്. അതേ സമയത്ത് റിസർവോയറിനുള്ളിലെ ടെമ്പറേച്ചർ നമുക്ക് വേരി ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു കാര്യമാണ് ഫസ്റ്റ് സെൻറ്റൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ്, ദി എയർ ഈസ് എക്സ്പാൻഡഡ് ഐസെൻട്രോപ്പിക്കലി ഇൻ എ നോസിൽ ടു ആൻ എക്സിറ്റ് പ്രഷർ ഓഫ് 1.015 ബാർ. അതായത് ഈ റിസർവോയറിൽ നിന്നും എയർ നോസിലൂടെ എക്സിറ്റ് ചെയ്യുമ്പോഴേക്കും ആ ഒരു പ്രഷർ 1.015 ബാറായിട്ട് അതായത് റെഡ്യൂസ് ചെയ്യപ്പെടും, എക്സ്പാൻഡ് ചെയ്യപ്പെടും. അതായത് നോസിലിൻ്റെ എക്സിറ്റിലെത്തുമ്പോഴേക്കും പ്രഷർ എത്രയായിട്ട് മാറും? 1.015 ബാറായിട്ട് മാറും. ഇതാണ് സെക്കൻഡ് സെൻറ്റൻസിൽ കൊടുത്തിരിക്കുന്നത്. ഇനി തേർഡ് സെൻറ്റൻസ്, ഡിറ്റർമിൻ വിത്തൗട്ട് യൂസിങ് ഗ്യാസ് ടേബിൾ ദി വാല്യൂസ് ഓഫ് ടെമ്പറേച്ചർ ടു ബി മെയിൻറ്റെയിൻഡ് ഇൻ ദി റിസർവോയർ ടു പ്രൊഡ്യൂസ് ഫോളോവിങ് വെലോസിറ്റീസ് അറ്റ് ദി നോസിൽ എക്സിറ്റ്: 100 മീറ്റർ പെർ സെക്കൻഡ്, 250 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് നോസിലിൻ്റെ എക്സിറ്റിൽ 100 മീറ്റർ പെർ സെക്കൻഡ് കിട്ടാനായിട്ട് ഈ ഒരു റിസർവോയറിനുള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ടെമ്പറേച്ചറും അതേപോലെ നോസിലിൻ്റെ എക്സിറ്റിൽ 250 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി കിട്ടാനായിട്ട് റിസർവോയറിനുള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ടെമ്പറേച്ചർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതുകൂടാതെ വാട്ട് ആർ ദി വാല്യൂസ് ഓഫ് മാക് നമ്പർ ഇൻ ദി ടു കേസസ്. ഈ ഓരോ കേസുകളിലും, അതായത് 100 മീറ്റർ പെർ സെക്കൻഡ് എക്സിറ്റ് വെലോസിറ്റി വരുന്ന കേസിലെയും 250 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി കിട്ടുന്ന കേസിലെയും മാക് നമ്പർ കൂടി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോബ്ലം. അപ്പോൾ ആദ്യം നമുക്ക് ഗിവൺ ഡാറ്റാസ് എടുത്തെഴുതാം. ഗിവൺ ഡാറ്റാസ് എടുത്തെഴുതുമ്പോഴേക്കും ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ കൊടുത്തിരിക്കുന്ന 1.5 ബാർ അതൊരു കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. അതെന്ന് പറഞ്ഞാൽ സ്റ്റാഗ്നേഷൻ പ്രഷറാണ്. അതേസമയത്ത് നോസിലിൻ്റെ എക്സിറ്റിലുള്ള പ്രഷർ, അതായത് 1.015 ബാർ എന്നുള്ളത് സ്റ്റാറ്റിക് പ്രഷർ P ആയിരിക്കും. നമ്മൾക്കിനി ഗിവൺ ഡാറ്റാസ് എടുത്തെഴുതാം. സ്റ്റാഗ്നേഷൻ പ്രഷർ P0 ഈക്വൽ ടു 1.5 ബാർ, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. സ്റ്റാറ്റിക് പ്രഷർ P ഈക്വൽ ടു 1.015 ബാർ. ഇത് രണ്ടുമാണ് നമ്മൾക്ക് ഗിവൺ ആയിട്ടുള്ള വാല്യൂസ്. ഇനി ഇവിടെ എയർ ആണ് ഫ്ലൂയിഡ്. സോ ഗാമയും അതേപോലെ ആറും സ്പെസിഫിക് ഹീറ്റ് CPയും നമ്മൾക്ക് എടുത്തെഴുതാം. ഗാമ ഈക്വൽ ടു 1.4, ആർ ഈക്വൽ ടു 287 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ, CP ഈക്വൽ ടു 1005 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ഇനി ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ഫസ്റ്റ് കേസ് എടുത്തെഴുതാം. കേസ് 1, വെലോസിറ്റി അറ്റ് ദി എക്സിറ്റ് ഓഫ് ദി നോസിൽ C ഈക്വൽ ടു 100 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നോസിൽ എക്സിറ്റിലെ വെലോസിറ്റി 100 മീറ്റർ പെർ സെക്കൻഡ് ആകുമ്പോൾ ഉള്ള റിസർവോയറിനുള്ളിലെ ടെമ്പറേച്ചറും അതേപോലെ മാക് നമ്പറും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമുക്കറിയാവുന്ന ഇക്വേഷനാണ് സ്റ്റാഗ്നേഷൻ എൻതാൽപ്പിയുടെ ഇക്വേഷൻ H0 ഈക്വൽ ടു H പ്ലസ് ഹാഫ് C². ഇതിൽ H0നും Hനും ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്ന ഇക്വേഷനാണ് CpT0 ഈക്വൽ ടു CpT പ്ലസ് ഹാഫ് C². ഇതിൽ CpT0യുടെയും അതേപോലെ CpTയുടെയും സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് പലപ്പോഴായി ഡെറിവേഷനിൽ നമ്മൾ പറഞ്ഞതാണ്. സോ ഞാൻ വീണ്ടും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല.
ഈ ഒരു ഇക്വേഷനെ ത്രൂ ഔട്ട് സി പി ടി വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്ന ഇക്വേഷനാണ് T0/T = 1 + 1/2 CP/T × C². അതായത് ഇതിന് മുന്നേയുള്ള ഇക്വേഷനെ ത്രൂ ഔട്ട് CP/T വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 ലഭിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു ഇക്വേഷൻ നമുക്കറിയാവുന്നതാണ് T0/T = P0/P all raised to gamma minus 1 divided by gamma. ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ സ്റ്റാഗ്നേഷൻ പ്രഷറിനുള്ള ഇക്വേഷൻ്റെ ഡെറിവേഷനിൽ പറഞ്ഞതാണ്. സോ ആ ഒരു ഭാഗം റെഫർ ചെയ്താൽ മതി. T0/T = P0/P all raised to gamma minus 1 by gamma. ഈ ഒരു ഇക്വേഷനെ നമ്മൾ തേർഡ് നമ്പറായിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ സെക്കൻഡ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം രണ്ട് ഇക്വേഷൻ്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡുകൾ ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേറ്റിംഗ് 2 and 3 we will get 1 + 1/2 CP/T × C² = P0/P all raised to gamma minus 1 divided by gamma. ഈ ഒരു ഇക്വേഷനെ നമ്മൾ ഫോർത്ത് ഇക്വേഷനായിട്ട് എടുത്തു. ഈ ഇക്വേഷനാണ് നമ്മൾ ടെമ്പറേച്ചർ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. കാരണം ഈ ഒരു ഇക്വേഷനിലുള്ള ടി ഒഴികെ ബാക്കി എല്ലാ ടേംസും നമുക്ക് അറിയാവുന്നതാണ്. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്നതാണ് 1 + 1/2 × CPയുടെ വാല്യൂ 1005. അതേസമയത്ത് ടിയുടെ വാല്യൂ അറിയില്ല, 1005 × T × C. ഈ കേസിൽ C വെലോസിറ്റി 100 ആണ്. സോ 100² = P0 1.5 P 1.015 all raised to 1.4 minus 1 divided by 1.4. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ അൺനോൺ ആയിട്ട് ടി ടെമ്പറേച്ചർ ആണുള്ളത്. നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. നമുക്ക് കിട്ടുന്നതാണ് T = 42.16 Kelvin. അതായത് 100 m/s വെലോസിറ്റി കിട്ടുന്നതിന് വേണ്ടി റിസർവോയറിനുള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ടെമ്പറേച്ചർ ആണ് 42.16 Kelvin. ഇനി നമ്മൾക്ക് ഈ ഒരു കേസിലെ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ കൂടി ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ തേർഡ് ഇക്വേഷനാണ് എടുക്കുന്നത്. കാരണം തേർഡ് ഇക്വേഷനിൽ ടി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. P0യും Pയും നമ്മൾക്കറിയാം. T0 ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എഴുതാം. നൗ ഫ്രം ഇക്വേഷൻ 3 T0 = T × P0/P all raised to gamma minus 1 by gamma. തേർഡ് ഇക്വേഷനിൽ നിന്നും നമ്മൾ മേക്ക് ചെയ്ത ഇക്വേഷനാണ് ഈ കാണുന്നത്. ഇതിൽ ടി നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തു 42.16, P0 1.5 ആണ്, P എന്ന് പറഞ്ഞാൽ 1.015 ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ T0 സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് 47.13 Kelvin. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഈ ഒരു കേസിലെ മാക് നമ്പർ ആണ്. മാക് നമ്പറിനുള്ള ഇക്വേഷൻ നമുക്കറിയാം. മാക് നമ്പർ M = C/A. സിയുടെ വാല്യൂ 100 ആണ്, എയുടെ വാല്യൂ നമുക്കറിയില്ല. അതിനുവേണ്ടി നമുക്ക് എഴുതാം C/√gamma/RT. കാരണം എയുടെ ഇക്വേഷനാണ് √gamma/RT. ഈ വാല്യൂസ് എല്ലാം നമുക്കറിയാം. സി അറിയാം, ഗാമ അറിയാം, ആർ അറിയാം, ടി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ് 100 / √1.4 × 287 × 42.16. അങ്ങനെയാണെങ്കിൽ നമ്മൾ കിട്ടുന്ന മാക് നമ്പറിൻ്റെ വാല്യൂ ആണ് 0.768 എന്നുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഗ്യാസ് ടേബിൾ ഉപയോഗിക്കാതെ ഇക്വേഷൻസ് ഉപയോഗിച്ച് മാക് നമ്പറും സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറും സ്റ്റാറ്റിക് ടെമ്പറേച്ചർ ടിയും ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് കേസ് 2, അതായത് വെലോസിറ്റി 250 m/s ആകുമ്പോഴുള്ള ടെമ്പറേച്ചറും സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറും അതേപോലെ മാക് നമ്പറും ഫൈൻഡ് ഔട്ട് ചെയ്യാം. കേസ് 2 വെലോസിറ്റി അറ്റ് എക്സിറ്റ് ഓഫ് ദി നോസൽ C = 250 m/s. അപ്പോൾ ഈ ഒരു കേസിൽ വെലോസിറ്റി എന്നുള്ളത് 250 m/s എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ നമ്മൾക്ക് നാലാമത്തെ ഇക്വേഷൻ നമുക്ക് നേരിട്ട് ഇവിടെ എടുത്ത് എഴുതാം. നാലാമത്തെ ഇക്വേഷൻ എങ്ങനെയാണ്? 1 + 1/2 CP/T × C² = P0/P all raised to gamma minus 1 by gamma. ഇവിടെയും ടെമ്പറേച്ചർ ടി ആണ് അൺനോൺ ആയിട്ടുള്ളത്. ബാക്കി എല്ലാ വാല്യൂസും നമുക്കറിയാവുന്നതാണ്. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നും ഈ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുള്ള ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ ടി ഫൈൻഡ് ഔട്ട് ചെയ്യാം. കിട്ടുന്നതാണ് 263.52 Kelvin. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സ്റ്റാറ്റിക് ടെമ്പറേച്ചർ ടി ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നോസിൽ എക്സിറ്റിൽ 250 m/s വെലോസിറ്റി കിട്ടുന്നതിന് വേണ്ടി റിസർവോയറിനുള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ടെമ്പറേച്ചറാണ് 263.52 Kelvin. ഇനി നമുക്ക് നേരത്തെ ഫസ്റ്റ് കേസിൽ ചെയ്ത പോലെ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ കൂടി ഫൈൻഡ് ഔട്ട് ചെയ്യാം. T0 = T × P0/P all raised to gamma minus 1 by gamma, that is equal to 263.52 × 1.5 divided by
1.015 all raised to 1.4 minus 1 divided by 1.4 that is equal to 294.612 Kelvin. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ കൂടി ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് നോസിൽ എക്സിറ്റ് വെലോസിറ്റി 250 മീറ്റർ പെർ സെക്കൻഡ് ആകുമ്പോൾ നോസിലിൻ്റെ എക്സിറ്റിലുള്ള മാഗ് നമ്പർ കൂടി ഫൈൻഡ് ഔട്ട് ചെയ്യണം. മാഗ് നമ്പറിൻ്റെ ഇക്വേഷൻ m=c/a. നേരത്തെ ചെയ്ത പോലെ നമുക്ക് മാഗ് നമ്പറിൻ്റെ ഇക്വേഷൻ ഈ രീതിയിലേക്ക് ചേഞ്ച് ചെയ്യാം. c/√of gamma RT. ഈ വാല്യൂസ് എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 250 ഡിവൈഡഡ് ബൈ √of 1.4 ഇൻറ്റു 287 ഇൻറ്റു 263.52. ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന മാഗ് നമ്പർ ആണ് 0.768. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മാഗ് നമ്പർ കൂടി ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. Second problem, a supersonic wind tunnel settling chamber expands air or freon through a nozzle from a pressure of 10 bar to 4 bar in the test section. Calculate the stagnation temperature to be maintained in the settling chamber to obtain a velocity of 500 meter per second in the test section. For air, Cp equal to 1.025 kilojoule per kilogram Kelvin, Cv equal to 0.735 kilojoule per kilogram Kelvin, freon Cp equal to 0.785 kilojoule per kilogram Kelvin, Cv equal to 0.675 kilojoule per kilogram Kelvin. What is the test section Mach number in each case? അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്കൊരു സൂപ്പർസോണിക് വിൻഡ് ടണലിൻ്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമുക്ക് വിൻഡ് ടണലിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് എന്താണെന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യാം. വിൻഡ് ടണലിൻ്റെ ആദ്യത്തെ പാർട്ടാണ് റിസർവോയർ. ഇവിടെ റിസർവോയർ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, സെറ്റിലിംഗ് ചേംബർ എന്നാണ്. സോ സെറ്റിലിംഗ് ചേംബർ എന്ന് പറഞ്ഞാലും ടാങ്ക് എന്ന് പറഞ്ഞാലും റിസർവോയർ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അതാദ്യം മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ വിൻഡ് ടണലിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് റിസർവോയർ അല്ലെങ്കിൽ സെറ്റിലിംഗ് ചേംബർ. പിന്നുള്ളതാണ് നോസിൽ. ഓക്കെ, പിന്നെ വരുന്ന പാർട്സ് ആണ് ടെസ്റ്റ് ചേംബർ. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ നമ്മൾക്ക് ഫിഗർ വരയ്ക്കാം. ആദ്യത്തെ പാർട്ട് റിസർവോയർ, പിന്നെ നോസിൽ, പിന്നീട് വരുന്നതാണ് ഈ കാണുന്ന ടെസ്റ്റ് സെക്ഷൻ. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റ് സെൻറ്റൻസിൽ എ സൂപ്പർസോണിക് വിൻഡ് ടണൽ സെറ്റിലിംഗ് ചേംബർ എക്സ്പാൻസ് എയർ ഓർ ഫ്രീയോൺ ത്രൂ എ നോസിൽ ഫ്രം എ പ്രഷർ ഓഫ് 10 bar to 4 bar ഇൻ ദി ടെസ്റ്റ് സെക്ഷൻ. അതായത് ഒരു സൂപ്പർസോണിക് വിൻഡ് ടണലിൽ എയറോ ഫ്രീയോണോ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഫസ്റ്റ് കേസിൽ എയർ ആയിട്ട് നമ്മൾ എടുക്കും, സെക്കൻഡ് കേസിൽ ഫ്രീയോൺ 21 നമ്മൾ എടുക്കും. ഇനി ഈ ഒരു വിൻഡ് ടണലിൽ പ്രഷർ വേരി ചെയ്യുന്നത് 10 ബാറിൽ നിന്നും 4 ബാറിലാണ്. അപ്പോൾ എവിടെയാണ് 10 ബാർ എവിടെയാണ് 4 ബാർ എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു വിൻഡ് ടണലിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് റിസർവോയറിനുള്ളിൽ നിന്നാണെന്നുള്ളത് ഈ ഒരു ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ 10 ബാർ എന്നുള്ളത് റിസർവോയറിനുള്ളിലെ പ്രഷറാണ്. അതേ സമയത്ത് ടെസ്റ്റ് ചേംബറിലെ അല്ലെങ്കിൽ നോസിലിൻ്റെ എക്സിറ്റിലുള്ള പ്രഷറാണ് 4 ബാർ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഡാറ്റ എഴുതേണ്ടി വരും. അതായത് റിസർവോയറിനുള്ളിലെ പ്രഷർ 10 ബാറായും അതേ സമയത്ത് ടെസ്റ്റ് ചേംബറിനുള്ളിലുള്ള അല്ലെങ്കിൽ നോസിലിൻ്റെ എക്സിറ്റിലുള്ള പ്രഷർ 4 ബാറായിട്ടും നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഒരു സെറ്റിലിംഗ് ചേംബർ അല്ലെങ്കിൽ റിസർവോയറിനുള്ളിലെ പ്രഷർ സ്റ്റാഗ്നേഷൻ പ്രഷറായിട്ട് നമ്മൾ അസ്യൂം ചെയ്യേണ്ടി വരും. അതേ സമയത്ത് ഈ ഒരു 4 ബാർ എന്നുള്ള ടെസ്റ്റ് സെക്ഷനിലെ പ്രഷർ സ്റ്റാറ്റിക് പ്രഷറായിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. ഓക്കെ, ഇനി എഴുതിയിരിക്കുന്നത് കാൽക്കുലേറ്റ് ദി സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ടു ബി മെയിൻറ്റെയിൻഡ് ഇൻ ദി സെറ്റിലിംഗ് ചേംബർ ടു ഒബ്റ്റെയിൻ എ വെലോസിറ്റി ഓഫ് 500 മീറ്റർ പെർ സെക്കൻഡ് ഇൻ ദി ടെസ്റ്റ് സെക്ഷൻ. അതായത് ടെസ്റ്റ് സെക്ഷനിൽ 500 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി കിട്ടുന്നതിന് വേണ്ടി ഈ റിസർവോയറിനുള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ടെമ്പറേച്ചർ, അതായത് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ റിസർവോയറിനുള്ളിലാണെന്ന് പറഞ്ഞത്? കാരണം റിസർവോയറിനുള്ളിലാണ് സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റ്. അതുകൊണ്ടാണ് ഈ 10 ബാർ എന്നുള്ള സെറ്റിലിംഗ് ചേംബറിനുള്ളിലെ പ്രഷറിനെ നമ്മൾ സ്റ്റാഗ്നേഷൻ പ്രഷറായിട്ട് പറഞ്ഞത്. സോ റിസർവോയറിനുള്ളിലെ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് സ്റ്റാഗ്നേഷൻ പ്രഷർ ആയിരിക്കും. അതേപോലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറും ആയിരിക്കും. ഇനി ഇവിടെ എയറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് CPയും CVയും തന്നിട്ടുണ്ട്. ഫ്രീയോൺ 21ൻ്റെയും CPയും CVയും തന്നിട്ടുണ്ട്. ഇത് കൂടാതെ ഈ ഒരു കേസിലെ മാഗ് നമ്പർ, അതായത് എയർ ഫ്ലോ ചെയ്യുമ്പോഴുള്ള മാഗ് നമ്പറും ഫ്രീയോൺ എക്സ്പാൻഡ് ചെയ്യുമ്പോഴുള്ള മാഗ് നമ്പറും നമ്മൾ പ്രത്യേകം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ 2 കേസസ് ആയിട്ടാണ് ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുക. ഫസ്റ്റ് കേസിൽ എയറിൻ്റെ എക്സ്പാൻഷനും സെക്കൻഡ് കേസിൽ ഫ്രീയോണിൻ്റെ എക്സ്പാൻഷനുമാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾക്ക് ഗിവൺ ഡാറ്റാസ് എടുത്ത് എഴുതാം. നേരത്തെ പറഞ്ഞ പോലെ P0 എന്ന് പറഞ്ഞാൽ 10 ബാറാണ്,
ബാർ എന്നുള്ളതിനെ പാസ്കലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ കിട്ടുന്നതാണ് 10 × 10⁵ പാസ്കൽ. അതേ സമയത്ത് സ്റ്റാറ്റിക് പ്രഷർ P = 4 ബാർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 × 10⁵ പാസ്കൽ. ഇനി നമ്മൾ ഫസ്റ്റ് കേസിൽ എയറിൻ്റെ കേസാണ് എടുക്കുന്നത്. സോ കേസ് 1 എയർ CP = 1.025 kJ/kg/Kelvin, CV = 0.735 kJ/kg/Kelvin. വാല്യൂസ് എല്ലാം തന്നതാണ്. ഇനി നമുക്ക് ഗാമയുടെ വാല്യൂ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. നമുക്കറിയാം ഗാമ എന്ന് പറഞ്ഞാൽ CP/CV ആണ്. CPയും CVയുടെ തന്നിട്ടുണ്ട്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് ഇടുന്ന വാല്യൂ ആണ് ഗാമ = 1.394. ഇനി നമുക്ക് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള മെത്തേഡ്സിലേക്ക് പോകാം. T0/T = 1 + ഗാമ - 1/2 m². ഈ ഒരു ഇക്വേഷൻ നമ്മൾ മൊഡ്യൂൾ 1-ൽ പഠിച്ചതാണ്. ഇനി മറ്റൊരു ഇക്വേഷൻ കൂടിയുണ്ട്. ഈ ഇക്വേഷൻ നമ്മൾ ഇതിന് മുന്നേയുള്ള പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞു T0/T = P0/P all ഗാമ - 1/ഗാമ. അങ്ങനെയാണെങ്കിൽ 9th ഇക്വേഷനും 10th ഇക്വേഷനും തമ്മിൽ കമ്പയർ ചെയ്യണമെങ്കിൽ, കാരണം രണ്ട് ഇക്വേഷൻ്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡുകൾ ഈക്വൽ ആണ്. ഫ്രം ഇക്വേഷൻ 7 അല്ല 9 ആണ്, മാറ്റി എഴുതാം. അതേപോലെ ആൻഡ് 9 അല്ല 10. സോ ഇക്വേഷൻ 9 and 10-ൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ് P0/P all ഗാമ - 1/ഗാമ = 1 + ഗാമ - 1/2 m². ഈ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് P0ൻ്റെ വാല്യൂ അറിയാം, Pയുടെ വാല്യൂ അറിയാം, ഗാമയുടെ വാല്യൂവും അറിയാം. വാല്യൂസ് എല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് എമ്മിൻ്റെ വാല്യൂ നമുക്കറിയില്ല. സോ എം മാത്രമാണ് ഇവിടെ അൺനോൺ ആയിട്ട് നിൽക്കുക. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യുകയാണെങ്കിൽ മാക് നമ്പർ എം എന്ത് ചെയ്യാം, ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് 1.225. അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു പ്രോബ്ലത്തിൽ മാക് നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അതായത് എയർ എക്സ്പാൻഡ് ചെയ്യുമ്പോഴുള്ള മാക് നമ്പറാണ് 1.225. ഈ ഒരു പ്രോബ്ലത്തിൽ ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ T0 വേണ്ട വാല്യൂ ആണ്. അത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇതിന് മുന്നേയുള്ള പ്രോബ്ലത്തിൽ ഉപയോഗിച്ച ഒരു ഇക്വേഷൻ നമുക്ക് ആവശ്യമുണ്ട്. ആ ഇക്വേഷൻ ഇവിടെ എടുത്ത് എഴുതാണ് T0/T = 1 + 1/2CpT × c². ഈ ഒരു ഇക്വേഷനെ ത്രൂ ഔട്ട് ടെമ്പറേച്ചർ T വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് T0 = T + c²/2Cp. അതായത് ഇതിന് മുന്നേയുള്ള ഇക്വേഷനെ ത്രൂ ഔട്ട് ടെമ്പറേച്ചർ T വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ ഒരു ഇക്വേഷൻ നമുക്ക് മേക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ Tക്കുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഈ കാണുന്നത് T0 × P/P0 all ഗാമ - 1/ഗാമ. ഈ ഒരു ഇക്വേഷൻ ഈ കാണുന്ന 10th ഇക്വേഷനിൽ നിന്നും Tക്ക് മേക്ക് ചെയ്ത ഇക്വേഷനാണ്. അതായത് T = എന്ന് വരും T0 × P/P0 all ഗാമ - 1/ഗാമ പ്ലസ് c²/2Cp. ഈ ഒരു ടേം മാറ്റങ്ങളൊന്നുമില്ലാതെ നമ്മളിവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. അതായത് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള T0 × P/P0 all ഗാമ - 1/ഗാമ എന്നുള്ളത് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ വരുന്ന ഇക്വേഷനാണ് T0 × P/P0 all ഗാമ - 1/ഗാമ = c²/2Cp. ഈ ഒരു ഇക്വേഷനിൽ നിന്നും, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഉള്ള ടേംസിൽ നിന്നും T0 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്ത് അതിനുശേഷം ഈ ഒരു ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് വരുന്നതാണ് T0 = c²/2Cp × 1 - P/P0 all ഗാമ - 1/2. 1/2 അല്ല, ഗാമ - 1/ഗാമ. ഇവിടെ ഗാമയാണ്, 2 അല്ല. ഈ ഒരു ഇക്വേഷനിലെ എല്ലാ ടേംസും, അതായത് C, Cp, P, P0, ഗാമ, ഈ വാല്യൂസ് എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് കിട്ടുന്നതാണ് T0 = 533.89 കെൽവിൻ എന്നുള്ള വാല്യൂ. അപ്പോൾ ഈ രീതിയിലാണ് എയറിൻ്റെ മാക് നമ്പറും അതേപോലെ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറും ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇതേ രീതിയിൽ നമുക്ക് ഫ്രീയോൺ 21-ൻ്റെയും സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ T0 അതേപോലെ മാക് നമ്പറും ഫൈൻഡ് ഔട്ട് ചെയ്യാം. അത് ഞാൻ വീണ്ടും എഴുതുന്നില്ല. ഇതേ സ്റ്റെപ്പ് തന്നെയാണ് അവിടെയും നമ്മൾ ഫോളോ ചെയ്യുക. വാല്യൂസ്, ഫൈനൽ വാല്യൂസ് മാത്രം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. കേസ് 2 ഫ്രീയോൺ 21 Cp = 1.025 kJ/kg/Kelvin, CV = 0.735 kJ/kg/Kelvin. നേരത്തെ എയറിൻ്റെ കേസിൽ എങ്ങനെയാണോ പ്രോബ്ലം സോൾവ് ചെയ്തത് അതേ മെത്തേഡിൽ ഫ്രീയോൺ 21 സോൾവ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് മാക് നമ്പർ M = 1.296. അതേപോലെ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ T0 = 1322.508 Kelvin. Superheated steam is supplied to a supersonic nozzle at the design flow rate of 1 kg/s cm². If the stagnation temperature of steam is
800 Kelvin, determine stagnation pressure of the steam required for this flow rate. Take R equal to 0.477 kilojoule per kilogram Kelvin and gamma equal to 1.278 for steam. Assume isentropic flow. നമുക്ക് ആദ്യം ഈ ഒരു പ്രോബ്ലത്തിൽ നിന്നുള്ള ഗിവൺ ഡാറ്റാസ് എടുത്ത് എഴുതാം. ആദ്യത്തെ സെൻറ്റൻസിൽ നിന്നും സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ഈസ് സപ്ലൈഡ് ടു എ സൂപ്പർസോണിക് നോസിൽ അറ്റ് ദി ഡിസൈൻ ഫ്ലോ റേറ്റ് ഓഫ് 1 കിലോഗ്രാം പെർ സെക്കൻഡ് സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇവിടെ ഒരു ഡാറ്റ തന്നിട്ടുണ്ട് 1 കിലോഗ്രാം പെർ സെക്കൻഡ് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നുള്ളത്. നമുക്കറിയാം മാസ് ഫ്ലോ റേറ്റിൻ്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം പെർ സെക്കൻഡ്. സോ എം ഡോട്ട് ആണ് കിലോഗ്രാം പെർ സെക്കൻഡ്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന യൂണിറ്റ് കിലോഗ്രാം പെർ സെക്കൻഡ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏരിയയാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്നത് വെറും മാസ് ഫ്ലോ റേറ്റ് അല്ല, മാസ് ഫ്ലോ റേറ്റ് ഡിവൈഡഡ് ബൈ ഏരിയയാണ്. സോ 1 കിലോഗ്രാം പെർ സെക്കൻഡ് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് എം ഡോട്ട് അല്ല, അതെന്താണ് എം ഡോട്ട് ബൈ എ ആണ്. ഇനി ഈ ഒരു സെൻറ്റൻസിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഉപയോഗിക്കുന്ന നോസിൽ എന്ന് പറഞ്ഞാൽ സൂപ്പർസോണിക് നോസിലാണ്. നമ്മൾ ഈ തിയറി പോർഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാക് നമ്പർ ഈക്വൽ ടു 1, അതായത് ക്രിട്ടിക്കൽ കണ്ടീഷൻ ആകുമ്പോൾ മാസ് ഫ്ലോ റേറ്റ് മാക്സിമം മാസ് ഫ്ലോ റേറ്റ് ആയിട്ട് മാറും. അതുകൊണ്ട് സൂപ്പർസോണിക് നോസിലായതുകൊണ്ട് ഈ ഒരു കേസിൽ ഇത് വെറും മാസ് ഫ്ലോ റേറ്റ് അല്ല, ഇത് മാക്സിമം മാസ് ഫ്ലോ റേറ്റ് ആണ്. സോ ഈ തന്നിരിക്കുന്ന 1 കിലോഗ്രാം പെർ സെക്കൻഡ് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എം ഡോട്ട് മാക്സ് ഡിവൈഡഡ് ബൈ ഏരിയയാണ്. അതാണ് ആദ്യത്തെ ഡാറ്റയായിട്ട് എഴുതിയിരിക്കുന്നത്. നമുക്ക് വായിക്കാം. എം ഡോട്ട് മാക്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ഇവിടെ ഏരിയ എ സ്റ്റാർ ആണ്, കാരണം മാക്സിമം മാസ് ഫ്ലോ റേറ്റിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ആയിരിക്കും. സോ എ സ്റ്റാർ എം ഡോട്ട് മാക്സ് ഡിവൈഡഡ് ബൈ എ സ്റ്റാർ ഈക്വൽ ടു 1 കിലോഗ്രാം പെർ സെക്കൻഡ് സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇവിടെയുള്ള സെൻറ്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയർ ആക്കുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നതാണ് 10000 കിലോഗ്രാം പെർ സെക്കൻഡ് മീറ്റർ സ്ക്വയർ എന്നുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് സെൻറ്റൻസ് വായിക്കാം. ഇഫ് ദി സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ഓഫ് സ്റ്റീം ഈസ് 800 കെൽവിൻ. അപ്പോൾ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് T0 800 കെൽവിൻ. ഡിറ്റർമിൻ ദി സ്റ്റാഗ്നേഷൻ പ്രഷർ ഓഫ് ദി സ്റ്റീം റിക്വയർഡ് ഫോർ ദിസ് ഫ്ലോ റേറ്റ്. അതായത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് സ്റ്റാഗ്നേഷൻ പ്രഷർ, അതായത് P0 ഫൈൻഡ് ഔട്ട് ചെയ്യണം. സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ T0 ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ടേക്ക് R ഈക്വൽ ടു 0.477 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ, ഗാമ ഈക്വൽ ടു 1.278 ഫോർ സ്റ്റീം. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ് ആറും ഗാമയും തന്നിട്ടുണ്ട്. അത് രണ്ട് വാല്യൂസ് നമ്മൾ എടുത്തെഴുതി. വാല്യൂസ് എടുത്തെഴുതുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ കിലോ ജൂളിലല്ല ജൂളിൽ വേണം എഴുതാനായിട്ട്. സോ R ഈക്വൽ ടു 477 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ, ഗാമ ഈക്വൽ ടു 1.278. ഇനി നമുക്ക് മാക്സിമം മാസ് ഫ്ലോ റേറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾക്ക് ഓൾറെഡി അറിയാം. അതായത് എം ഡോട്ട് മാക്സ് ഇൻറ്റു റൂട്ട് ഓഫ് T0 ഡിവൈഡഡ് ബൈ എ സ്റ്റാർ P0 ഇൻറ്റു റൂട്ട് ഓഫ് R ബൈ ഗാമ ഈക്വൽ ടു 2 ബൈ ഗാമ പ്ലസ് 1 ഓൾ റേസ് ടു ഗാമ പ്ലസ് 1 ബൈ 2 ഇൻറ്റു ഗാമ മൈനസ് 1. ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുണ്ട്, ഇത് പഠിച്ചു വയ്ക്കുക. ഈ ഒരു ഇക്വേഷനിൽ നമ്മൾക്ക് P0 ഒഴികെ ബാക്കി എല്ലാ ടേംസും നമ്മൾക്ക് ഗിവൺ ആണ്. എം ഡോട്ട് മാക്സ് ബൈ എ സ്റ്റാർ, ഈ ഒരു ടേം എം ഡോട്ട് മാക്സ് ബൈ എ സ്റ്റാർ എന്നുള്ളത് ഈ ഒരു വാല്യൂ ആണ്. അതേസമയത്ത് റൂട്ട് T0യിലുള്ള T0ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അതേപോലെ ആറും ഗാമയും തന്നിട്ടുണ്ട്. സോ ഇതിൽ അൺനോൺ ആയിട്ട് P0 മാത്രമേ വരുള്ളൂ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആ സ്റ്റെപ്സാണ് ഈ കാണുന്നത്. ഇതിൽ അൺനോൺ ആയിട്ടുള്ള P0 നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് P0 ഈക്വൽ ടു 93.163 ഇൻറ്റു 10⁵ പാസ്കൽ എന്നുള്ള രീതിയിൽ നമുക്ക് സ്റ്റാഗ്നേഷൻ പ്രഷർ P0 ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും.